ഇന്നിങ്ങനെ ചുമ്മാതിരുന്നപ്പോൾ കുമ്പളപ്പം കഴിച്ചാലോ വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മയും കൂടി കുമ്പളപ്പത്തിൻ്റെ ഇല പറിക്കാൻ പോയി. ഇലയൊക്കെ പറിച്ചു കൊണ്ടുവന്ന് അതിന് ശേഷമാണല്ലോ ഏറ്റവും വലിയൊരു ടാസ്ക്. ഇത് മറ്റേ അപ്പം കൊള്ളുന്ന രീതിയിലാക്കണ്ടേ. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും എനിക്കിത് ശരിയാവുന്നില്ല. ഞാനും സിസ്റ്ററിൻ്റെയും കൂടി കുറേ മെനക്കെട്ടു. നോ രക്ഷ. അഗ്രകണ്ഠയായ അമ്മനോട് പോയി ചോദിച്ചിട്ട് പോലും അമ്മ പറഞ്ഞു തന്നിട്ട് പോലും എനിക്ക് ശരിയായിട്ടില്ല. എന്നാലും ട്രൈ ആണല്ലോ അതിൻ്റെ ഒരു ഇത്. അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഒന്നാമത്തെ ട്രൈ ചെയ്തു, രണ്ടാമത്തെ ട്രൈ ചെയ്തു, എവിടെ അതൊന്നും ശരിയാവുന്നില്ല. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏതോ രണ്ടെണ്ണമൊക്കെ ശരിയായി തോന്നുന്നു. അല്ലെങ്കിൽ ഈ കുമ്പളപ്പം എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ അല്ലേ. എനിക്ക് ഭയങ്കര വികാരം കേട്ടോ. എനിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് എനിക്ക് ശരിയാവുന്നില്ല. നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനം ഞാൻ സൊല്ല് പറഞ്ഞു, സുല്ല് എന്നിരുന്നാലും വേണ്ടിയില്ല, ഞാൻ വീണ്ടും ശ്രമിച്ചു. അങ്ങനെ കുറേ നേരം അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കുറേ ശ്രമിച്ച് അവസാനം റെഡി. അതിനുശേഷം ആ ആക്കി വെച്ച ഇലയിൽ നമ്മളിതേ പത്തിരിപ്പൊടി ഇതേപോലെ പരത്തി അതിൻ്റെ ഷേപ്പിലാക്കി വെക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങയും പഞ്ചസാരയും അതിൽ ആഡ് ചെയ്യുന്നത്. ഇതിങ്ങനെ റൗണ്ടായതിന് ശേഷം തേങ്ങ എടുക്കുക, അതിൽ കുത്തി നിറയ്ക്കുക. നന്നായിട്ടങ്ങ് നിറയട്ടെ. കുത്തി നിറച്ചതിന് ശേഷം നമ്മളിതിന് ടോപ്പിടുന്ന ഒരു പരിപാടിയുണ്ട്. കുറച്ച് പത്തിരിപ്പൊടി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്യാപ്പ് വാരി വെച്ച് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് അമർത്തി അതിൻ്റെ നല്ല രീതിയിലാക്കുക. അങ്ങനെ ഒരു 3-4 ചെയ്തെടുക്കുക. അതിനുശേഷം വെള്ളം ചൂടാക്കിയിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന തട്ടില്ലേ, അതങ്ങ് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഇത് 3-4 ഇതിൻ്റെ ഉള്ളിലിടുക. ആവി കയറ്റി അങ്ങ് വേവിക്കാം. അതവിടെ കിടന്ന് വെന്തോളും. അങ്ങനെ അത് വെന്തു കഴിഞ്ഞു. കൈ കിട്ടി ചായ കുടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്.